കറക്റ്റ് കണ്ടീഷനാണ്. നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കുറച്ച് കൂടുതൽ മൈലേജ് ഉണ്ട്. അതേപോലെ തന്നെ ആക്സിലറേറ്റർ. ഹായ്, ടെക്കാൻഡഗ്രിറ്റിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിന് മുമ്പ് ഒരു ക്ലച്ച് നമ്മൾ തേഞ്ഞ് പോയത് ഓട്ടോറിക്ഷൻ്റെ ഒരു ലൈനർ വെച്ചിട്ട് അത് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്യുന്നത് കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയും വിളിച്ചിട്ടൊക്കെ ചോദിച്ചു അത് എങ്ങനെയുണ്ട്, എത്ര ലൈഫ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ച് തരണം, നിർബന്ധമായിട്ടും കാണിച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു 160 മണിക്കൂറായി നിൽക്കുകയാണ്. എന്താണ് സ്ഥിതി എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ അയച്ച് കാണിച്ചു തരാം. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കാണുന്നത്. ഞാൻ അതിന് മുന്നേ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും കറക്റ്റ് കണ്ടീഷനാണ്. നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കുറച്ച് കൂടുതൽ മൈലേജ് ഉണ്ട്. അതേപോലെ തന്നെ ആക്സിലറേറ്റർ ഒരുപാട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ കമ്പനി സാധനം ഇട്ട് ഏതാണ്ട് ഒരു 100 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴാണ് മുൻഭാഗത്ത് കറങ്ങുള്ളൂ, ബ്ലേഡ് കറങ്ങുള്ളൂ. ഇപ്പോൾ അതിനു വേണ്ടി അങ്ങനെയല്ല. ഒരു കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല കറക്കം, അതായത് ക്ലച്ചിന് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല ഗ്രിപ്പ് ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല. 3 ആയിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ അയച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹൗസിങ് അഴിക്കുകയാണ്. ഹൗസിങ് അഴിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇതുകൊണ്ട് 160 മണിക്കൂറോളം അതിന് മുകളിൽ അയക്കണം. ഹൗസിങ് അഴിച്ചിട്ട് സ്ക്രൂ എല്ലാം പോന്നു. ഇത് അഴിക്കുമ്പം പുതിയതായിട്ട് അഴിക്കുന്ന ആളുകളോടാണ് പറയണത്. ഇത് അഴിക്കുമ്പോൾ എല്ലാം ഒരേപോലെ അഴിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ത്രെഡ് ചതവ് വന്നിട്ട് പിന്നീട് ടൈറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലച്ച് ഫിറ്റ് ചെയ്ത ക്ലച്ച് ഞാൻ ഇത് കണ്ടോ, ഇവിടെയൊക്കെ പഴയ പോലെ തന്നെ. ആകെ തട്ടിയ ഭാഗം 3 ഭാഗം തട്ടിയിട്ടുള്ളൂ. അങ്ങനെ 3 ഭാഗം മാത്രം തട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊരു കമ്പനി സാധനമല്ലല്ലോ. നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ച് ഒരതി ഇതിനുള്ളിലേക്ക് കറക്റ്റ് ആക്കുക ചെയ്തത്. അപ്പം എല്ലാം ഒരേ ഇത് കൂടുതൽ പോയ ഭാഗങ്ങളാണിത്. ഇതേ തട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയും സമയം വർക്ക് ചെയ്തിട്ടും ഇത് പോയിട്ടില്ല. ഇത് ഒരേപോലെ തേഞ്ഞും കൊണ്ടും ആയിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഇതിന് നല്ല കണ്ടീഷനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഈ ഭാഗം അതേപോലെ തന്നെ 1, 2 പിന്നെ തട്ടിയിട്ടുള്ളത് അതിൻ്റെ ആ ഭാഗത്താണ്. ഇങ്ങനെ 3 ഭാഗത്തെ തട്ടിയിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ച പോലെ തന്നെ തോന്നുന്നില്ല. അത്രയും ഗ്രിപ്പുണ്ട്. നമ്മുടെ കമ്പനി, അതായത് നമ്മൾ വാങ്ങിയിടുന്ന കിസാൻ ക്രാഫ്റ്റ് ആണിത്. കിസാൻ ക്രാഫ്റ്റിൻ്റെ ഇതേപോലെ ഉള്ളത് വാങ്ങിയിടുന്ന സമയത്ത് ഒരു 100-150 മണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് തേയ്മാനം സംഭവിക്കലുണ്ട്. നല്ല തേയ്മാനം ഉണ്ടാവലുണ്ട്. പക്ഷേ ഇതിനങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ കാരണം ഈ ഗ്രിപ്പ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലച്ച് വാങ്ങിയിട്ട അതേ കണ്ടീഷനാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പം ഇതിൻ്റെ കേസ് ചോദിച്ചതിനുള്ള മറുപടിയായി. അത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം ചോദിച്ചത്. കണ്ടോ, എവിടെ ഇളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാച്ചുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് ഇതിന് മൊത്തത്തിൽ കാർബറേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് കുറച്ച് അടിച്ചിട്ടാണോ, എന്നാലും ഡ്രമ്മിൽ വരുതുമല്ലോ, വരുതി വന്ന ഭാഗം ഇത്രയേ ഉള്ളൂ ആകെ. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 160 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിലേറെയായി. കാരണം ഞങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് ഒരു 2 ദിവസത്തോളം തന്നെ, അങ്ങനെ ഒരാഴ്ചയിൽ തന്നെ ഞങ്ങൾ ഒരു 60 മണിക്കൂറിൻ്റെ ഇടയിലെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം 8 മണിക്കൂർ, 8.5 മണിക്കൂർ, 9 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ചുരുങ്ങിയ സമയം, അതിൽ കൂടുതലാവാനാണ് സാധ്യത. എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. അത് നമ്മൾ മെയ്ഡ് ചെയ്ത, അതായത് നമ്മൾ റീകണ്ടീഷൻ ചെയ്ത ക്ലച്ചിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആക്സിലേറ്റർ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് പിന്നെ ബ്ലേഡ് കറങ്ങുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടാക്കുമ്പോൾ ബ്ലേഡ് കറങ്ങില്ല. ഒന്ന് വർക്ക് ചെയ്തിട്ട് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വെറുതെ ക്ലച്ച് കടന്ന് കറങ്ങുക. അതിനൊരു കാരണം കൂടി, ഈ കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പം ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇതേപോലെ കിടക്കുന്നുണ്ടാവും. എല്ലാം ഇതേപോലെ ലോക്കായിട്ട് തന്നെ ഇത് ക്ലിയറായിട്ട്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഉണ്ടോ, ഈ വികസിക്കുന്ന ഇതുണ്ടോ,
ഇത് ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് ഇങ്ങനെ വികസിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് നമ്മുടെ ഡ്രമ്മ് കറങ്ങിയിട്ട് മുൻഭാഗത്ത് ഷാഫ്റ്റും ബ്ലേഡൊക്കെ കറങ്ങുന്നത്. ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. അത് ഈ സ്പ്രിങ് ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ള ചില ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ളൂ, ഇങ്ങനെ തന്നെ പോരുമല്ലോ. ഇവിടെ ഈ ഭാഗത്ത് നമ്മളൊരു വാഷർ ഇട്ടിട്ടുണ്ടാവും. ആ വാഷർ തേയ്മാനം സംഭവിച്ച് ഇത് കടന്ന് അടിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ആ തേഞ്ഞ് പോയ വാഷറും കൂട്ടിയിട്ട് ഇത് മുറുക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് ഇതേപോലെ അങ്ങ് വികസിക്കും. പിന്നെ നമ്മൾ വിട്ട് കഴിഞ്ഞാലും ഇത് ഇതേപോലെ തന്നെ നിൽക്കും. കണ്ടോ, ഇതേപോലെ തന്നെ നിൽക്കും. കണ്ടോ, ഇങ്ങനെ പോരാതെ ഇതേപോലെ തന്നെ. അപ്പം ഈ ഭാഗത്തുള്ള നെട്ട്, അതായത് ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു ഭാഗം, രണ്ടാമതൊരു സ്റ്റെപ്പ്, പിന്നെ മൂന്നാമത് ത്രെഡുള്ള ഭാഗം, അങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് കിടക്കുന്നത്. ഒന്ന് മേൽഭാഗം, ഒന്ന് അടിഭാഗം, പിന്നെ ത്രെഡുള്ള ഭാഗം. ഈ ത്രെഡുള്ള ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ടൊരു വാഷറുണ്ട്, അതിന് താഴെയും വാഷറുണ്ട്. ചില ആളുകൾ ഈ വാഷറുകൾക്ക് തേയ്മാനം വന്നിട്ട് ശതം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ടൈറ്റാക്കും. എന്തെങ്കിലും റിപ്പയറിങ്ങിനായിരിക്കും നമ്മളിത് അയച്ച് കാണുക. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇത് കംപ്ലീറ്റ് ക്രാച്ച് വന്നിട്ടുണ്ടാവും. ഈ ക്രാച്ച് വന്നതും വെച്ചിട്ടാവും അടിയിൽ നിന്നും മുകളിലും നമ്മൾ ക്രാച്ച് വന്നതിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെ ആവും. പിന്നെ ടൈറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ഇതും കൂട്ടിയിട്ട് ടൈറ്റ് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്ത് മുന്നിൽ ബ്ലേഡ് കറങ്ങിയില്ല. രണ്ടാമത് ഇതേപോലെ പുറത്തേക്ക് വന്നു, ഇതേപോലെ തന്നെ നിന്നു. അതാണ് സംഭവിച്ചത്. അപ്പം ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനിത് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും ഫസ്റ്റ് ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അത് വലിയ തേയ്മാനമൊന്നും സംഭവിച്ചില്ല, നല്ല ഗ്രിപ്പുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടൈറ്റായി പിടിച്ച് നിൽക്കുന്നത് അത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ. അപ്പോൾ കണ്ടില്ലേ, മിസ്തുബിഷി കാർബുറേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോക്കിലിട്ടു, സ്റ്റാർട്ട് ചെയ്തു, ചോക്ക് ഒഴിവാക്കിയ സമയത്ത് ഓഫായി. പക്ഷേ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഇതിൽ ഒരുപാട് ക്ലീനിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ക്ലിയർ ആയിട്ടില്ല. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ എൻ്റെ കിസാൻ ക്രാഫ്റ്റിൻ്റെ കാർബുറേറ്റർ എടുത്തു, ഇതിലിട്ടു, സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ കേബിളിൻ്റെ നീളം കമ്മിയാണ്, ഇതിന് തമ്മിൽ ചെറിയൊരു മാറ്റം വന്നത്. പക്ഷേ അതില്ലാത്തന്നെ, കേബിളില്ലാത്തന്നെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടി വർക്ക് ചെയ്തു, ഒരു പ്രശ്നമല്ല. പക്ഷേ അപ്പം പ്രശ്നം എന്താണ്, കാർബുറേറ്റർ തന്നെയാണ്. കാർബുറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിങ്ങിനൊന്നും പ്രശ്നമല്ല. അതായത് എയർ കയറുന്ന അത്ര തന്നെ ഫ്യൂവല് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം ഇതിന് നീഡിൽ ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഡയഫ്രം, ഈ ഭാഗങ്ങളിൽ ഏതിനാണ് കേടെന്നുള്ളത് തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ കമ്പനിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം ക്ലീൻ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ചെയ്ത വർക്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് മനസ്സിലായി. അതായത് കാർബറേറ്ററിന് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് കാര്യം കിട്ടിയില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഒരു കാർബറേറ്റർ മാറ്റിയിട്ടപ്പം ക്ലിയർ ആയും ചെയ്തു. ഈ മിസ്തുബിഷി മെഷീൻ തന്നെ വർക്ക് ചെയ്തു. ഇതിന് മുമ്പ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് സെക്ഷൻ കിട്ടാതെ, അതായത് ഈ റിങ്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് ഫ്യൂവൽ വലിക്കാത്ത പ്രശ്നമാണോ എന്ന്. പക്ഷെ അതൊന്നുമല്ല, ഇതിനുള്ളിൽ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരും. നിങ്ങൾ ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളെന്താ ചെയ്തതെന്ന് നിങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.